نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. കരുണാനിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ മനുഷ്യർക്ക് മാത്രം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് പുഞ്ചിരിക്കുവാനുള്ള കഴിവ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടപ്പാടുകൾ പഠിപ്പിച്ചെടുത്ത് പരസ്പരമുള്ള ബാധ്യതകൾ പഠിപ്പിച്ചെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഹഖ്ഖുൽ മുസ്ലിമീൻ അലൽ മുസ്ലിം സിത്ത്. 6 കാര്യങ്ങളാണ് ഇവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാമത്തേത് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളതാണ്. സലാം പറയുന്നതിന്റെ മര്യാദകൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ടാണ് സലാം പറയേണ്ടത്. അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. സലാം പറയുന്ന ഒരു വിശ്വാസിയെ കണ്ടുമുട്ടുന്ന രംഗങ്ങളെ കുറിച്ച് പറയുന്ന വ്യത്യസ്തമായ ബാധ്യതകൾ, ആ രംഗത്ത് നാം പാലിക്കേണ്ടുന്ന വ്യത്യസ്തമായ കടപ്പാടുകൾ. അതിൽപ്പെട്ട ഒന്നാമത്തേത് തബസ്സുമാണ്. തബസ്സും എന്നാണ് അറബിയിൽ സ്മൈലിന് ഇംഗ്ലീഷിൽ പറയുക, അറബിയിൽ പറയുക തബസ്സും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെടുന്ന വ്യത്യസ്തമായ വചനങ്ങൾ, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വചനമാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പുഞ്ചിരിക്കുന്ന ഒരാളെ, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരിയെ കുറിച്ച് അദ്ദേഹം അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നത്.
ജരീർ ബിനു അബ്ദില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് വലാ റആനി ഇല്ലാ തബസ്സമ ഫി വജ്ഹി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോഴെല്ലാം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളത് പുഞ്ചിരിക്കുന്നവനായിട്ടാണ്. പുഞ്ചിരിക്കുന്ന രീതിയിലല്ലാതെ പ്രവാചകനെ കണ്ടിട്ടില്ല എന്ന് ജരീർ ബിൻ അബ്ദില്ല പറയുന്നു. പ്രവാചകനെ പോലെ പുഞ്ചിരിക്കുന്ന, പ്രവാചകനേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഇനി പുഞ്ചിരിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ചില വാക്യങ്ങൾ. ഒന്നാമത്തേത് തബസ്സുമുക ഫി വജ്ഹി അഖീക സദഖ, നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് നിനക്ക് സദക്കയാണ്, അഥവാ പുണ്യമുള്ള കാര്യമാണ്. സദക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആളുകൾക്ക് നാം നൽകുന്ന ദാനമാണ്, ധർമ്മമാണ്. ദാനവും ധർമ്മവും സദക്കയാണ്. അതുപോലെ തന്നെ സദക്കയാണ് നമ്മുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ തലാഖത്തുൽ വജ്ഹി സദക്ക എന്ന് കാണാൻ സാധിക്കും. മുഖപ്രസന്നത അഥവാ പുഞ്ചിരി, നിന്റെ ചുണ്ടുകളെ ഒന്ന് കൊട്ടുക എന്നുള്ളത്, ഒന്ന് വളക്കുക എന്നുള്ളത്. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അത് ചുണ്ടിനെ ഒന്ന് വളക്കാൻ തയ്യാറാവലാണ്, ചുണ്ടിനെ ഒന്ന് ചെറിയൊരു കേവ്, ഒരു വളവ് അത് സൃഷ്ടിക്കാൻ തയ്യാറാവലാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് ഒരു ചെറിയ കാര്യമാണ്. പക്ഷെ ഇസ്ലാമികമായി നോക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രവും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത്. മനുഷ്യനെ പോലെ ചിരിക്കാൻ ലോകത്ത് ഒരു ജീവിക്കും കഴിയില്ല. മറ്റു ചില ജീവികളൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചിരിയുണ്ട്, പക്ഷെ മനുഷ്യനെ പോലെ മനോഹരമായി ചിരിക്കാൻ വേറൊരു ജീവിക്ക് ലോകത്ത് പറ്റുകയില്ല. അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി മാത്രമല്ല, ചിരിക്കുന്ന സമയത്ത് മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുന്നത് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ട്. ഹാപ്പി ഹോർമോൺസ് ഒരുപാടുണ്ട്. എൻഡോർഫിൻ, ഡോപ്പാമിൻ, എൻഡോകനോബിനോയിഡ് തുടങ്ങിയ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് എൻഡോർഫിൻ. ഇത് ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനകത്ത് ക്രിയേറ്റ് ചെയ്യും. അതൊരു രാസവസ്തുവാണ്. നമ്മളൊരാളോട് വെറുതെ ഒന്ന് പുഞ്ചിരിച്ചാൽ നമ്മുടെ ബ്രെയിനകത്ത് ഈ ഹാപ്പി ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഗുണം എന്താ? നമ്മൾ സന്തോഷവാനാകും, കാണുന്ന അയാളും സന്തോഷവാനാകും. അതാണല്ലോ ഈ പുഞ്ചിരിയുടെ, അതൊരു പകർച്ചവ്യാധിയാണ്. നമ്മളൊരാളോട് ചിരിച്ചാൽ സ്വാഭാവികമായിട്ടും അയാൾ ഇങ്ങോട്ട് ചിരിക്കും. നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കളിലൊക്കെ നമുക്കത് ശരിക്കും കാണാൻ പറ്റും. അവരിങ്ങോട്ട് കയറി വരുമ്പോ കൈ ഉയർത്തി പിടിച്ചിട്ട് ചിരിച്ചിട്ടാ വരിക. അങ്ങനെ ഒരു 500 ആൾ ആ സദസ്സിലുണ്ടെങ്കിൽ എല്ലാവരും ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കും. അത് സ്വാഭാവികമാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിന്റെ ഈ പുഞ്ചിരിക്കുന്നവന്റെ ബ്രെയിനകത്ത് ഈ ഒരു ഹോർമോണിന്റെ ക്രിയേഷൻ നടന്നു, അത് ഉണ്ടായി, നമ്മളിലേക്കൊക്കെ അത് പകരുകയും ചെയ്തു. അതൊരു പകർച്ചവ്യാധിയാണ്. സിമ്പിളായ ഒരു കാര്യമാണ്. അതിന്റെ ഗുണങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. പക്ഷെ ചില ആളുകൾ എന്തിനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ വളക്കുന്നത്, ചരിക്കുന്നത് എന്നുള്ള നിലക്ക് ഓവറായിട്ട് സീരിയസ് ആകും. ചിലരുടെ ഒരു പ്രകൃതമാണ്, ചിലരുടെ ഒരു രീതിയാണ്. അവർക്ക് ഇപ്പോ അള്ളാഹു ചില ആളുകളെ എപ്പോഴും പുഞ്ചിരിക്കുന്ന രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ചിലരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അയാൾ എപ്പോഴും ചിരിച്ചോണ്ടാ, അതൊരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ചിലർക്ക് ജന്മനാ തന്നെ അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഫുൾ ടൈം ചിരിക്കുന്ന ഒരു പ്രകൃതി അല്ല അദ്ദേഹത്തിനുള്ളത്. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് അത് അദ്ദേഹം ശീലമാക്കി എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ അയാൾക്ക് അതിലൂടെ പുണ്യം കിട്ടും. അപ്പൊ ഓവറായിട്ട് ഗൗരവം മുഖത്ത് വാരി വിതറി വെറുതെ സീരിയസ് ആയി നടക്കുന്നവരായിരുന്നില്ല റസൂലുള്ള. മാത്രമല്ല, നമുക്കറിയാലോ, സീരിയസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു എനർജി വേസ്റ്റ് ആണ്. സീരിയസ് ആയിട്ട് ഇരിക്കാൻ ഭയങ്കര എനർജി സ്പെൻഡ് ചെയ്യണം. അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. എനർജി സിമ്പിൾ ആയിട്ട് ചിരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫ്രീ ആണ്. അത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഒഴിവാക്കും. ഒരുപാട് ഗുണം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. അധ്യാപകർ വിദ്യാർത്ഥികളോട് പുഞ്ചിരിക്കണം,
വിദ്യാർത്ഥികൾ തിരിച്ച് അധ്യാപകരോട് പുഞ്ചിരിക്കണം, മാതാപിതാക്കൾ മക്കളോട് ചിരിക്കണം, മക്കൾ തിരിച്ച് മാതാപിതാക്കളോട് ചിരിക്കണം. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പുഞ്ചിരി വേണം, നാട്ടുകാർക്കിടയിൽ, അയൽക്കാർക്കിടയിൽ, കൂടെ ഇരിക്കുന്നവർക്കിടയിൽ, കൂടെ കളിക്കുന്നവർക്കിടയിലൊക്കെ ഇതൊരു ശീലമാക്കി എടുക്കണം. ചിലപ്പോ ചെറുപ്പത്തിൽ തന്നെ ചില രക്ഷിതാക്കളൊക്കെ മക്കളോട് ഇങ്ങനെ, മക്കളുടെ മനസ്സിലിങ്ങനെ, മക്കള് ജനിച്ച കുട്ടികൾ പുഞ്ചിരിക്കുന്ന ഒരു പാൽ പുഞ്ചിരി എന്നൊക്കെ നമ്മൾ പറയും. എത്ര മനോഹരമാണ് ആ ചിരി! അത് ചെറുപ്പത്തിലെ അമ്മ നമുക്ക് തന്ന ഒരു കഴിവാണ്. പക്ഷെ പിന്നെ പരിസരത്ത് നിന്ന് ഓരോട് ചിരിക്കണ്ട, ഇവരോട് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് മക്കളെ ചില രക്ഷിതാക്കൾ അവരുടെ മനസ്സിലേക്ക് കുറേശ്ശെ വിഷം കുത്തിവെക്കും. അപ്പൊ ഈ കുട്ടികളിലേക്ക് അങ്ങനെ ചിരിക്കാൻ പാടില്ലാത്തവരുണ്ടില്ലേ എന്നൊരു ശീലം ചിലരിൽ ഉണ്ടായി വരും. അങ്ങനെയാണ് ഇവർ ഗൗരവക്കാരായി മാറുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹ് സൃഷ്ടിച്ചപ്പോ നമ്മൾക്ക് ഏവരോടും ചിരിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ചുണ്ടിന്റെ ആ സൃഷ്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ ശരീരഭാഗത്തും ഓരോ തരത്തിലുള്ള മസിൽസ് ആണല്ലോ നമുക്ക് നൽകിയത്. ഈ ചുണ്ടുകൾക്കുള്ള കൊടുത്ത രീതി എന്ന് പറയുന്നത് എപ്പോഴും അതിനെ ഫ്ലെക്സിബിൾ ആക്കി മാറ്റാൻ, വളക്കാൻ, തിരിക്കാൻ, നീട്ടാൻ, ചുരുക്കാൻ ഒക്കെ സാധിക്കുന്ന രീതിയിലാണ്. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ പുഞ്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓവറായി നമ്മുടെ മുഖത്ത് അനാവശ്യമായ ഗൗരവം വാരി വിതറിയിട്ട്, വാരി വീശിയിട്ട് കൃത്രിമ ഗൗരവം ഉണ്ടാക്കേണ്ടതില്ല. നമ്മളൊരാളുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ അയാൾക്ക് തോന്നും, ഓ അയാൾ എന്നോട് ചിരിച്ചില്ലേ, അപ്പൊ പിന്നെ മൂപ്പരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല എന്ന് സ്വാഭാവികമായിട്ടും അയാൾക്ക് തോന്നി അയാൾ ഇങ്ങോട്ട് ചിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലാതെയാകും. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, തലാഖത്തുൽ വജ്ഹി സദഖ, അതൊരു പുണ്യമാണ്. പ്രശ്നം തീർക്കുക എന്ന് പറയുന്നത്, പ്രശ്നം ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത്, പ്രശ്നമുള്ളവരോടൊന്ന് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യമുള്ള കാര്യമാണ്. എ സ്മൈൽ ഈസ് എ കർവ് ദാറ്റ് സെറ്റ്സ് എവരിതിങ് സ്ട്രെയിറ്റ് എന്ന് പറയാറുണ്ട്. പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു വളവാണ്. അങ്ങനെയാണല്ലോ കുട്ടികൾ സ്മൈലി വരയ്ക്കൽ. എങ്ങനെയാ സ്മൈലിയുടെ സിമ്പൽ? എങ്ങനെയാ? ഇങ്ങനെ വളച്ചിട്ടാ വരയ്ക്കുക. അത് രണ്ടാളുകൾക്കിടയിലുള്ള എല്ലാ വളവുകളെയും ഇല്ലാതാക്കുന്ന ഒരു വളവാണ് പുഞ്ചിരി. അപ്പൊ ആ പുഞ്ചിരി നമ്മുടെ മുഖത്ത് വേണം എന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഈ ഭൗതികമായിട്ടുള്ള ഗുണങ്ങള് ഇന്ന് എണ്ണി പറയുന്നുണ്ട്. ബന്ധങ്ങളെ നന്നാക്കും, റിലേഷൻഷിപ്പ് കൂട്ടും, മെന്റൽ ഹെൽത്തിനെ വർദ്ധിപ്പിക്കും, സ്ട്രെസ്സും ആൻസൈറ്റിയും ഇല്ലാതാക്കും. നമ്മളിന്ന് ചിരിച്ചാൽ നമ്മുടെ സ്ട്രെസ് കുറയും. എന്താകും എന്നുള്ള ആ ഒരു ഉത്കണ്ഠ രോഗം അതിന് കുറച്ചിലുണ്ടാകും. അതേപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും. ചിരിക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് ഒരാളെ കുറിച്ച് നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒരാളെ കാണുമ്പോൾ അയാൾ ഉഷാറാണല്ലോ, ഒരു രംഗം കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്, ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി ഒരു ചെറുക്കം വരികയാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളായിട്ട് മീറ്റ് നടത്തുകയാണ്, അവിടെയൊക്കെ ഒന്ന് പുഞ്ചിരിച്ചാൽ ആള് ആ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ അയാളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കും. അത് ആ ആദ്യത്തെ പുഞ്ചിരിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ചിരി, നമ്മളെ ചിലരെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവില്ല, അയാൾ ഭയങ്കര ഗൗരവക്കാരനാണ്. പക്ഷെ ഗൗരവക്കാരനാണ് എന്ന് നമ്മൾ പറയുന്ന ആളും നമ്മൾ കുറച്ചു നേരം അയാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിങ്ങളെ പറ്റി കണ്ടപ്പോ ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണെന്നാ വിചാരിച്ചിനി, പക്ഷെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ അത്ര ഗൗരവമുള്ള ആളൊന്നുമല്ല, സാധാരണക്കാരനാണ്, എല്ലാവരും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി എന്ന് നമ്മൾ. അപ്പൊ എന്താ, അയാൾ തുടക്കത്തിൽ ചിരിച്ചിട്ടില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ തുടക്കത്തിൽ അതിൽ ഉണ്ടാവണമെന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇതെല്ലാവർക്കും കൊടുക്കണം, അത് പൂട്ടി വെക്കാനുള്ളതല്ല, ഒളിപ്പിച്ച് വെക്കാനുള്ളതല്ല. അങ്ങനെ ആ ഒരു സ്മൈലിലൂടെ അവിടെ ഒരു പോസിറ്റീവ് വൈബ്, കുട്ടികൾ പറയുന്നത് പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രോഗപ്രതിരോധ ശേഷി കൂട്ടും. ഇനി അതിന്റെയൊക്കെ പുറമെ പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്, സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മളിപ്പോ ഫോട്ടോ എടുക്കുമ്പോ ഫോട്ടോഗ്രാഫർ അവസാനം എന്താ പറയാ, സ്മൈൽ പ്ലീസ് എന്ന് പറയും. അതെന്താ, ഒന്ന് ചിരിച്ചാലാണ് നമ്മൾ കാണാൻ ചൊറുക്ക്. പക്ഷെ എന്നിട്ടും നമ്മൾ ചിരിക്കാതെ ആവശ്യമില്ലാതെ ഈ ഗൗരവമായിട്ട് നടക്കണ്ട എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിമിന് അദ്ദേഹം പറയുന്നു, ഫമല്ലം യുവാസിൻ നാസ ബിമാലിഹി വതആമിഹി വശറാബിഹി, നിങ്ങൾക്ക് ഒരാളെ പണം കൊണ്ടും ഫുഡ് കൊണ്ട് ഭക്ഷണം കൊണ്ടും അയാൾക്കൊരു ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ടും നിങ്ങൾക്ക് അയാളെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും, ഒരാളെ നമുക്ക് പൈസ കൊടുത്തിട്ട് സഹായിക്കാം, ഒരാൾക്ക് നമുക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് സഹായിക്കാം, ഒരാൾക്ക് നമുക്ക് നല്ലൊരു ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ടോ ഒരു ലൈവ് വാങ്ങിക്കൊടുത്തിട്ടോ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടോ സഹായിക്കാം.
അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് വെക്കുക. എന്നാലും നിങ്ങളൊരു മുഖപ്രസന്നത കാണിച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ടെങ്കിലും നിങ്ങളാളെ സഹായിക്കുക. അത് ഒരു സഹായ. നമ്മൾ ടെൻഷനോട് കൂടി ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോ ഈ ഫയൽ ആരെടുത്താ കൊടുക്കേണ്ടത്, ഇതെന്താ ചെയ്യേണ്ടത് എന്ന ബേജാറിൽ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്കോ കളക്ടറേറ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലേക്കോ കയറി ചെല്ലുമ്പോ ഒരാൾ നമ്മളോട് ചിരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അപ്പൊ അയാളോടൊന്ന് ചോദിച്ചു നോക്കുക എന്താ ചെയ്യേണ്ടത്. അതാണ് ആ പുഞ്ചിരിയുടെ ഒരു ഗുണം. നിങ്ങൾ മുഖപ്രസന്നത കൊണ്ട് ഒരാളെ സഹായിക്കുക. നല്ല സ്വഭാവം കൊണ്ടും ഒരാളെ സഹായിക്കുക എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിരിക്കാൻ ഒരു സ്ഥലമുണ്ട്, ചിരിക്കാൻ ഒരു സന്ദർഭമുണ്ട്, ചിരിക്കാൻ ഒരു സാഹചര്യമുണ്ട്. ക്ലാസ് റൂമിലെ ചിരിയല്ല കളിസ്ഥലത്ത് ഉണ്ടാവേണ്ടത്, കളിസ്ഥലത്തെ ചിരിയല്ല ഒരു മരണ വീട്ടിൽ ഉണ്ടാവേണ്ടത്, പെരുന്നാളിന്റെ മാനസികാവസ്ഥയല്ല പരീക്ഷയുടെ തലേന്ന് ഉണ്ടാവുക. അപ്പൊ ഓരോ സാഹചര്യത്തിലും ചിരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവും നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും പുഞ്ചിരിയുടെ വഞ്ചനയിൽപ്പെട്ട് ചതിക്കപ്പെട്ടു പോകുന്ന, ചതിയിൽ വീണ് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് കൊല്ലുന്ന മനുഷ്യന്മാരുണ്ടാവും. നമ്മൾ പറയലോ പൂവമ്പഴം കൊണ്ട് കഴുത്തറക്കുകയാണ്. ആ രീതിയിൽ ചിരിയിലൂടെ നമ്മളെ ചതിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണോ എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഇതുകൂടി അതിന്റെ ഭാഗമാണ്. പണ്ഡിതന്മാർ പുഞ്ചിരിയെ 5 തിരിക്കുന്നുണ്ട്. ഒന്ന് ഇബ്തിസാമ ഹഖീഖ, ജെനുവിൻ സ്മൈൽ എന്ന് പറയും, ആത്മാർത്ഥമായ പുഞ്ചിരി. ആ പുഞ്ചിരിയാണ് ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടത്, യഥാർത്ഥ പുഞ്ചിരി. അത് അതിന് പ്രതിഫലം ലഭിക്കും. അതിനാണ് സദഖ ഉണ്ട് എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് ഇബ്തിസാമ മുഹദ്ദബ, അവിടെയും ആത്മാർത്ഥമാണ്. പക്ഷെ അതിലുപരി അതൊരു പൊളൈറ്റ്, ഒരു മര്യാദക്ക് വേണ്ടി നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോ കാണുന്ന ആളുകളോട് നമ്മൾ ചിരിക്കുന്ന ഒരു സാധാരണ ചിരിയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇബ്തിസാമ ഇജ്തിമാഇയ, സാമൂഹികമായ പുഞ്ചിരി അഥവാ സോഷ്യൽ സ്മൈല്. പബ്ലിക്കിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചിരിക്കുന്ന ഒരു രീതി, അയൽക്കാരോട്, നാട്ടുകാരോട്, ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ചിരിക്കുന്ന രീതി. അഞ്ചാമത്തേത് ഇബ്തിസാമ വുദ്ദിയ, ഒരു ഫ്രണ്ട്ലി സ്മൈൽ, വളരെ അടുത്ത ഒരാളോട് നമ്മൾ കാണിക്കുന്ന ഒരു മറ്റൊരു രീതിയിൽ ഒരു പുഞ്ചിരി, അതിന് സൗഹൃദപരമായ പുഞ്ചിരി എന്ന് പറയും. അഞ്ചാമത്തേത് പറയുന്നു ഇബ്തിസാമ സാഹിറ, അത് പരിഹാസത്തിന്റെ ചിരിയാണ്, കളിയാക്കുന്ന ചിരി. അത് ഉണ്ടാകാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോ കളിയാക്കുന്ന ചിരിയിൽ ചിരി ചെയ്യാതെ, അതേപോലെ തന്നെ ചതിയുടെ ചിരിയിൽ വീട് പോവാതെ ആത്മാർത്ഥമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ ഒരു പുഞ്ചിരി, അത് നമ്മുടെ മനസ്സിൽ നിന്നാണ് അത് വരേണ്ടത്. അതാണ് സാദിഖായ പുഞ്ചിരി. അത് ഹൃദയത്തിൽ നിന്ന് വന്നിട്ട് ചുണ്ടിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ പുഞ്ചിരി ഇസ്ലാം പഠിപ്പിച്ച ഒരു പുണ്യകർമ്മമാണ്. അത് സലാം പറയുന്നതിന്റെ കൂടെ ഉണ്ടാവണം എന്ന് സാഹചര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറയുന്നത്. അതോടൊപ്പം സ്വല്ലല്ലാഹു ചിരിയെ കുറിച്ചുള്ള ഒരു ഹദീസ് കൂടി നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വചനം, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹികൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിരിക്കുന്നവരായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഹത്താ അറാമിൻ ലഹവാത്തിഹി, അദ്ദേഹത്തിന്റെ അണപ്പല്ലുകൾ, കോട്ടുപല്ലുകൾ കാണുന്ന രീതിയിൽ വാ ഒന്നായിട്ട് തുറന്നിട്ട് നമ്മള് വല്ലാത്തൊരു ചിരി എന്നൊക്കെ പറയലോ, അട്ടഹാസത്തിന്റെ ചിരിയില്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നമാകാന യബ്തസിമു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സുമായിരുന്നു നടത്തിയിരുന്നത്, പുഞ്ചിരിയായിരുന്നു നടത്തിയിരുന്നത്. അട്ടഹസിച്ചുള്ള ചിരി, ആർത്തുകൊണ്ടുള്ള ചിരി. ഇന്നിപ്പോ പലയിടങ്ങളിലും ചിരി ക്ലബുകളെ എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാട് കാണാൻ സാധിക്കും. ചിരിക്കുന്നത് നല്ലതാ, പക്ഷെ കുറെ 100 ആൾക്കാർ അല്ലെങ്കിൽ 500 ആൾക്കാർ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ നിന്നിട്ട് മാപ്പിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചിരി ക്ലബിന്റെ കീഴിൽ അട്ടഹസിച്ച് ചിരിക്കുക, അത് അങ്ങനെ ഒരു ചിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാനേ സാധിച്ചിട്ടില്ല. നമ്മൾ ഒരു സദസ്സിൽ ചിരിക്കുമ്പോൾ, ഒരു പ്രോഗ്രാമിൽ ചിരിക്കുമ്പോൾ, ഒരു ചിരിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ അട്ടഹസങ്ങൾ ചിരിച്ചാൽ അതിന്റെ അർത്ഥം എന്താ?
അത് ശരിക്കും പരിഹാസമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ചിരി ഉണ്ടായിരിക്കും. അപ്പോ ചിരിയുടെ വകതിരിവുകൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ അത് നമുക്ക് ഭൗതികമായി അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെക്കാൾ ഉപരി അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്താണ് എന്ന നിലക്ക് അത് നിർവഹിക്കുമ്പോൾ ഇസ്ലാമിൽ ആ കാര്യം കൂടി പുണ്യമായി മാറുന്നു. അതേപോലെ തന്നെ സലാം പറയുന്നതിന് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മറ്റൊരു കാര്യമാണ് മുസാഫഹത്ത് എന്ന് പറയുന്നത്. മുസാഫഹത്ത് എന്ന് വെച്ചാൽ ഹാൻഡ് ഷേക്ക്, ഒരാൾക്ക് കൈ കൊടുക്കുക എന്ന് പറയുന്നത്. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ള കാര്യമാണ്. മാമിൻ മുസ്ലിമൈൻ പറയാണ്, തുർമുദി റിപ്പോർട്ട് ചെയ്ത വചനം, രണ്ട് മുസ്ലിങ്ങൾ യൽതഖിയാനി, അവർ തമ്മിൽ കണ്ടുമുട്ടി, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, ഫയതസാഫഹാനി, അവര് തമ്മിൽ മുസാഫഹത്ത് നടത്തി, ഒരു ഹാൻഡ് ഷേക്ക്, ഇയാൾ മറ്റേ ആൾക്ക് ഒരു കൈ തന്നെ കൊടുത്തു. ഇല്ലാ ഗുഫിറല്ലാഹു ലഹുമാ ഖബല അൻ യഫ്തരിഖാ. നോക്കി നിങ്ങൾ, ഒരു ചെറിയ ഹാൻഡ് ഷേക്കിലൂടെ, ഒരു ചെറിയ കൈ കൊടുക്കലിലൂടെ നമുക്ക് കിട്ടുന്ന പുണ്യം എന്താ? അവരുടെ രണ്ടുപേരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കയില്ല, അവർ ആ സദസ്സിൽ നിന്ന് പോകുന്നതിന് മുൻപ്. നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നു, നമ്മളൊരു വഴിയിൽ ഇങ്ങനെ സൗകര്യം കിട്ടിയപ്പോൾ 5 ആൾക്ക് പള്ളിയിലേക്ക് ഇപ്പൊ ജുമാക്കൊന്ന് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റിക്കോളുന്നത്. പക്ഷെ മറ്റൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് ചിലർ കൊടുക്കും, ചിലർ കൊടുക്കൂല. ചിലർ അവന്റെ കൈ ചിലപ്പോ പിന്നെ പോക്കറ്റിൽ അങ്ങോട്ട് ഇടും, അല്ലെങ്കിൽ ബാക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് വെക്കും, ചിലർ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇടും, പുറത്തേക്ക് കൊടുക്കൂല. അങ്ങനെ ഈ കൊടുക്കാൻ തന്നെ പല ടൈപ്പ്, പല രീതി അതിനൊക്കെ ഉണ്ട്. ഇസ്ലാമിൽ സമയയുടെ രീതി എന്ന് പറയുന്നത് മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ടിലെ വചനമാണ്. ഒരാൾ വന്നിട്ട് ബിസാസിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അർറജുലു മിന്നാ യൽഖാ അഖാഹു ഔ സദീഖഹു, ഞങ്ങളുടെ കൂടുതൽ പെട്ട ഒരാള് അയാളുടെ സുഹൃത്തിനെയോ സഹോദരനെയോ കണ്ടുമുട്ടി. ആ യൻഹനി ലഹു, ഓരോ രാജ്യത്ത് ഓരോ നാട്ടിൽ ഓരോ കൾച്ചർ ആണല്ലോ. ഞങ്ങൾ കൂട്ടുകാരെ കണ്ടുമുട്ടിയാൽ അയാളുടെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ കുനിയണം. അങ്ങനെ ഒരു കൾച്ചർ ചില നാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുനിയാണ് വേണ്ടത്. ജാപ്പനീസ് കൾച്ചറൊക്കെ, ജപ്പാനിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ കാണാൻ ചില ആളുകൾ ഇങ്ങനെ കുനിയുന്നത് മുന്നിൽ. അങ്ങനെ നമ്മൾ ചെയ്യണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലല്ല, ഇല്ല, അത് പാടില്ല. ഇസ്ലാമിൽ അങ്ങനെ വേറെ ആളുകൾ കുനിയാൻ പാടില്ല. കാല അഫ യൽതസിമുഹു വയുഖബിലുഹു, ഞങ്ങളെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുമ്പോ ഒക്കെ എല്ലാവരും ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ചുംബിക്കണം, എല്ലാവരും ഞങ്ങൾ ചുംബിക്കണം, കിസ് ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലല്ല, അതുമില്ല. എന്നാൽ ചുംബിക്കേണ്ടത് ചില സന്ദർഭങ്ങളുണ്ട്, അത് വേറെ ഹദീസിൽ വരുന്നുണ്ട്. എല്ലായിടത്തും സാധാരണ നിരക്ക് അങ്ങനെയല്ല. അഫ യഖുദു ബിയദിഹി, ഞങ്ങൾ അയാളുടെ കൈ പിടിക്കണോ? എന്നിട്ട് മുസാഫഹത്ത് നടത്തണോ? കാലന. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതാണ് ചെയ്യേണ്ടത്, മുസാഫഹത്ത്. അപ്പൊ സലാം പറയാന്ന് പറഞ്ഞാൽ വെറുതെ സലാം പറഞ്ഞാൽ പോരാ. ദൂരമുള്ള ഒരാളോട് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, മൊബൈലാകുമ്പോൾ അങ്ങനെ പറ്റും. പക്ഷെ അടുത്തുള്ള ഒരാളോട് സലാം പറയുമ്പോ മുഖത്ത് പുഞ്ചിരി വിരിയണം, ഹാൻഡ് ഷെയ്ക്ക് വേണം, കൈ കൊടുക്കണം. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസാഫഹത്തിനെ കുറിച്ച്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാഫഹ റജുലൻ ലം യത്റുക് യദഹു, റസൂലുള്ള ഒരാൾക്ക് കൈ കൊടുത്താൽ അയാളുടെ കൈ റസൂല് വിടൂല, കൊടുത്ത ഉടനെ വിടുക, അങ്ങനെ റസൂൽ ചെയ്യൂല. ഹത്താ യകൂന ഹുവ താരിഖു ലിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാള് റസൂലുള്ളാഹിന്റെ കൈ വിടുന്നത് വരെ റസൂലുള്ള അങ്ങോട്ട് വിടൂല. ഏത് ആധുനികമായിട്ട് പറയുന്നത് ഒരു 3 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയാണ് കൈ കൊടുക്കേണ്ടതാണ്. ഒരു മിനിമം 3 സെക്കൻഡ് കൈ കൊടുത്തിട്ട് കൈ കൊടുത്ത് ഉടനെ വിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വിടൂല. കാരണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, ആ കൈ വിടുന്നത് വരെ അയാളുടെ പാപങ്ങള് ആ കയ്യിൽ നിന്ന് ഓരോ സെക്കൻഡിലൂടെയും അയാളുടെ പാപങ്ങൾ ഇറ്റിറ്റ് വീണ് പോയിക്കൊണ്ടിരിക്കുക, രണ്ടാളുടെ പാപങ്ങളും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വിടാൻ വേണ്ടി കൈ വലിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വെക്കും. സ്വഹാബാക്കളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്പർശിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് വിടൂല്ലല്ലോ. അതുകൊണ്ട് ദീർഘമായ ഹാൻഡ് ഷേക്ക് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നത്. അപ്പൊ ഒരുപാട് സമയം നിർത്തണമെന്നില്ല, പക്ഷെ നമ്മൾ ഉടനെ തന്നെ പിൻവലിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. കാരണം അത്രയും സമയം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാറ്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയും ലാ യജൂദുൽ മുസാഫഹ ലാ തജൂദുൽ മുസാഫഹ ബൈന റജുലി വൽ മർഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വചനം, വല്ലാഹി മാ മസ്സ യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദം റഅത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു പെണ്ണിനും, ഒരു പെണ്ണിന് എന്നാൽ മഹറം അല്ലാത്ത നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൈ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കും കൈ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണത്. അതേപോലെ രക്തബന്ധത്തിലുള്ള മഹറം ആയിട്ടുള്ള ആള്, മഹറമിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ വളരെ അടുത്തുള്ള ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുത്തപ്പോൾ
മുസാഫഹത്ത് അവരെ സ്പർശിച്ചിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, അന്യ സ്ത്രീക്ക്, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ഇന്ന് ഹാൻഡ് ഷേക്ക് എന്നുള്ളത് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലും ഒരു പ്രശ്നമില്ലാത്ത രീതി. അതിനിപ്പോ എന്താ, ഓളിന്റെ ക്ലാസ്മേറ്റ് അല്ലേ, അല്ലെങ്കിൽ ഓന്റെ ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഹാൻഡ് ഷേക്ക് കൈമാറുന്ന ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ നാട്ടിലെല്ലോടത്തും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയാണ്, ഇൻസ്റ്റഗ്രാമിൽ തുറന്നാൽ എമ്പാടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ അതന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മളെ സ്കൂളിൽ മാത്രം എന്താ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാക്കിയിട്ടുണ്ട്. ബൈഅത്ത് ചെയ്യാൻ വേണ്ടി മക്കയിലേക്കും അതിനേക്ക് ദൂരെ ദിക്കിൽ ആളുകൾ വരും, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാവും. പുരുഷന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യുക അങ്ങനെ കൈ കൊടുത്തിട്ടാണ്. എന്നാൽ സ്ത്രീകൾക്ക് അവരകലെ നിന്ന് കൈ കൊടുക്കാതെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യാറുണ്ടായിരുന്നത്. അതിനെ മഹാപാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്ന് വിളിച്ച് നേരെ ഇരിക്കാൻ പറഞ്ഞു, നേരെ ചിലപ്പോൾ ഉറക്കമൊക്കെ വീഴാൻ പറ്റില്ല. മഹാപാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കാണുന്നത്. അപ്പോ അങ്ങനെ ഒരു ട്രെൻഡ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കള് അത്തരം ചതിക്കുഴിയിൽ ചെന്ന് ചാടാൻ പാടില്ല. ഈ കാര്യം കൂടി നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഫഹത്തിനെ സുന്നത്താക്കി. പക്ഷെ അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമാണ്. എന്നാൽ ഉമ്മാക്കൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കാം, പെൺകുട്ടിക്ക് ഉപ്പാക്ക് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാം, അനിയത്തിക്കും ഇക്കാക്കാക്കും ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഹാൻഡ് ഷേക്ക് കൊടുക്കാം. അതിനൊന്നും വിരോധമല്ല. അതൊക്കെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ്. ഇനി മുസാഫഹത്തിന്റെ കൂടെ തന്നെ മുആനക്കത്ത് കൂടി നമുക്ക് കാണാൻ സാധിക്കും. മുആനക്കത്ത് എന്ന് വെച്ചാല് ആലിംഗനം ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തക്കബ്ബുലടക്കം, ചുംബനമടക്കം ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൽ മുആനക്ക ഇദാ തലഖു തസാഫഹു. സാധാരണ നിലക്ക് കണ്ടുമുട്ടിയാൽ അവർ മുസാഫഹത്ത് ചെയ്യും. വഇദാ ഖദ്ദമു മിന സഫർ തആനകു. ഒരു യാത്രയൊക്കെ കഴിഞ്ഞു വരികയാണ്, ദീർഘയാത്ര കഴിഞ്ഞു വരുന്ന ജാഫർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആനക്കത്ത് ചെയ്തു. ജാഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരന്റെ പുത്രനാണ്, ബന്ധുവാണ്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല ജാഫർ ജബഹത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ നബിയുടെ നെറ്റി തടത്തിൽ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. ഇപ്പൊ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ നമുക്ക് മുആനക്കത്ത് ചെയ്യാം. എങ്ങനെ കെട്ടിപ്പിടിക്കാം, ആര് പുരുഷന്മാരും സ്ത്രീകളെയും ആ രീതിയിൽ. അതേപോലെ ഉമ്മാക്ക് മോനും ഉമ്മ അങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കാം. ആ രീതിയിൽ മുആനക്കത്ത് ചെയ്യാം. അതേപോലെ നെറ്റിയിൽ ചുംബനൊക്കെ അർപ്പിക്കാം. ആമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നതാണ്. ഈദിന്റെ സന്ദർഭത്തിൽ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ അത് ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകളുടെ ഹാൻഡ് ഷേക്ക് ഒരു ഡെഡ് ഫിഷ് എന്ന് പറയും, ഒരു കുഴഞ്ഞ ഹാൻഡ് ഷേക്ക്, ഒരു പവർ ഇല്ലാത്ത. ചിലർക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മറ്റോനെ ഞെക്കണേ, അങ്ങനെ ഒരു ബോൺ ക്രഷ് എന്ന് പറയും. അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഒരു ഫേം ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു പവർ കാണിക്കുന്ന ഒരു സാധാരണ നിലയ്ക്ക് ഒരു ഹാൻഡ് ഷേക്ക് ആണ് കൊടുക്കേണ്ടത്. അതാണ് മുസാഫഹത്ത്. അല്ലാതെ മറ്റൊരാളെ ഞെക്കി കൊല്ലാനും പാടില്ല. എന്നാൽ ഒരു ചത്ത മീനുമായി കുഴഞ്ഞ അങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ ഒരു എനർജി, നമ്മുടെ ഒരു വൈബും കാണിക്കുന്ന രീതിയിൽ അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായി, ഷഖ്സിയത്തുൽ മുസ്ലിം, ഒരു ഇസ്ലാമിക വ്യക്തിത്വമാണ് ഇതെല്ലാം കൂടി ചേർന്നാണ്. അതൊക്കെ ഇസ്ലാമിലെ സുന്നത്തുള്ള കാര്യവുമാണ്. ആ രീതിയിൽ ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി ആ രീതിയിൽ ഒരു വ്യക്തിയായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് രക്ഷിക്കുവാനാണ്. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ റസൂലുൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൽ ലിന്നാസ് ബിൽ ബശീർ വൽ ഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാൽ അഖിയാർ മാദാമത്ത് സമാവാത്ത് വൽ അർദ് മാ ഫഹബത്തുൽ മാത്തിൽ അൻവാർ അല്ലാഹു വിശ്വാസിക്കുക. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുക. എല്ലാ നിലക്കും ഒരു പൂർണ്ണമായ വ്യക്തിത്വത്തിന്റെ ഉടമയാവുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വിശ്വാസിക്ക് പഠിക്കുവാനുള്ള ഓരോ കാര്യങ്ങളും അത് ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അയാളുടെ വ്യക്തിത്വത്തെ വളർത്തുവാൻ ഉപയുക്തമാകുന്ന കാര്യങ്ങൾ എമ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് ആ രീതിയിൽ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ നമുക്ക് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മേത്തലയിൽ ഹംസക്ക, അദ്ദേഹം അസുഖബാധിതനാണ്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് തിരുവനന്തപുരം RCCയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് ശിഫ നൽകുകയും ശമനം നൽകുകയും ആഫിയത്തോടുകൂടി നമ്മിലേക്ക് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു യഥാർത്ഥ ഇസ്ലാമിക വ്യക്തിയായി സമൂഹത്തിൽ ജീവിക്കുവാൻ, നമ്മുടെ വ്യക്തിത്വം
ആളുകൾക്കിടയിൽ ഉറപ്പിക്കുവാനും നല്ലൊരു വ്യക്തിയായി മാറുവാനും അള്ളാഹു നമുക്ക് അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات